ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. എൻ്റെ പേര് സന്ധ്യ. നമ്മുടെ എക്കണോമിക്സിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്നത്തേത്. 2023-24 ചോദിച്ച ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. അദ്ദേഹം എത്രാമത്തേതാണ്? 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. അതേപോലെ 24ാമത്തത് ആരായിരുന്നു? 24ാമത്തത് ഊർജിത് പട്ടേൽ. ഇത് അദ്ദേഹമാണ് 24ാമത്തത്. രഘുറാം രാജൻ 23ാമത്തേതാണ്. അപ്പം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചിരുന്നത് 24ാമത്തെ ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരെന്നായിരുന്നു ചോദിച്ചത് 2024 നടത്തിയ ഒരു എക്സാമിന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും എന്താ ലേറ്റസ്റ്റ് ആയിരിക്കുമല്ലോ ചോദിച്ചതെന്ന് കരുതി നമ്മൾ ശക്തികാന്ത ദാസ് എഴുതി വെക്കും. പക്ഷേ എന്താണ്, അദ്ദേഹം 25ാമത്തേതാണ്. 24ാമത്തെ ഗവർണർ ആരാണ്? ഊർജിത് പട്ടേലും. 23ാമത്തേത് രഘുറാം രാജനുമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ക്ലാസ് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കയറി കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് ഇത്രയും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. ഇനി ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാണ്? സി ഡി ദേശ്മുഖ്. നമ്മുടെ ദേശത്ത് നിന്ന് ആരായിരുന്നു? സി ഡി ദേശ്മുഖ് ആയിരുന്നു. ഇനി ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആയിരുന്നത് ആരായിരുന്നു? അത് ബെനഗൽ രാമറാവു ആണ്. അയാളുടെ പേര് പോലെ തന്നെ അയാൾ കുറേ കാലം നിന്ന്, ബെനഗൽ രാമറാവു. കുറച്ച് കാലം ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് അമിതാഭ് ഘോഷാണ്. അയാൾ എന്താണ് കുറേ ഘോഷിച്ച് കിടന്നുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ബൈ പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടു. കുറച്ച് കാലമായിരുന്നു. അപ്പോൾ അമിതാഭ് ഘോഷാണ് ഏറ്റവും കുറച്ച് കാലം. അതായത് 1985 ജനുവരി 15 മുതൽ ഫെബ്രുവരി 4 വരെ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ചോദിക്കും, കറൻസി നോട്ടുകളിൽ, ഗവർണർമാരെ പറ്റി മാത്രമാണ് പറയുന്നത്, കറൻസി നോട്ടുകളിൽ ഒപ്പുവെച്ച ആദ്യത്തെ RBI ഗവർണർ ആരാന്ന് ചോദിക്കാറുണ്ട്. അദ്ദേഹം ആരാണ്? ജെയിംസ് ടെയ്ലറാണ് ആദ്യമായിട്ട് ഒപ്പുവെച്ച RBI ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ള നമ്മുടെ മൻമോഹൻ സിംഗിനെ പറ്റിയാണ്. മൻമോഹൻ സിംഗിന് എന്താണ് പ്രത്യേകത? RBI ഗവർണർ ആയതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആര്? മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട് ശരിയായത് എന്തൊക്കെയാണ്? ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. 1982 ജൂലൈ 12 നബാർഡ് രൂപം കൊണ്ടു. എന്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, കൃഷിയും ഗ്രാമവികസനത്തിനുമുള്ള ഒരു ദേശീയ ബാങ്കായിട്ടാണ് നബാർഡ് വന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ ആണ്. ഇതൊക്കെ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് നബാർഡ് പഠിക്കുന്ന കാര്യങ്ങളാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നബാർഡാണ്. നബാർഡിൻ്റെ ആദ്യ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് എം രാമകൃഷ്ണ അയ്യയാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. നബാർഡ്, അതേപോലെ പുത്തൻ സാമ്പത്തിക നയം, പഞ്ചവത്സര പദ്ധതികളൊക്കെ നിങ്ങൾ ഹോട്ട് ടോപ്പിക്കായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായവയല്ലേ? സോ 1, 2, 3 എന്താണ്? ശരിയാണ്. നെക്സ്റ്റ് നോക്കാം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത്? ഉജ്ജീവനം പദ്ധതി എന്ന് പറയുന്നത് 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നോക്കാം. ഗോൾഡൻ റവല്യൂഷൻ, സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഈ KN രാജയെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? നമ്മുടെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതൊക്കെ KN രാജ. അദ്ദേഹം ഒരു മലയാളിയാണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അതായത് 20/24 നോക്കിക്കേ. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? PM ആശാ യോജനയാണ് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെൻറ്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഇതൊന്നും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതെല്ലാം ശരിയാണ്. ഇവയെല്ലാം ശരിയായ പ്രസ്താവനയാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ തന്നെ പല തവണകളായിട്ട് നമുക്ക് ഇനി കാണാം. 2-3 ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോൾ വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോർമലി ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ റാങ്ക് ഫയലൊക്കെ റെഫർ ചെയ്യുമ്പോൾ കാണാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇവരിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒരു IAP അതേപോലെ HYV ഒരു വളത്തിനെ പറ്റിയൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്താ ചിലപ്പോൾ ഇപ്രാവശ്യം തരുന്നത് ശരിയായിരിക്കാം, അടുത്ത പ്രാവശ്യം നമുക്ക് അവർ തെറ്റാക്കി തരുന്നത്. അപ്പം നമുക്ക് ശരി എന്താണെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതിക്കൂടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികൾ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇതും അതേപോലെ തന്നെ 1-2 പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതം കുറഞ്ഞു. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം 1, 2, 3 എന്തായിരുന്നു, നമ്മളെന്താ ഇന്ത്യ ശരിക്കും ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയമായിരുന്നു അല്ലേ. ആ സമയത്ത് ഇന്ത്യയെ മെച്ചപ്പെടുത്തി കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, പൊതുമേഖല അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും പൊതുമേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കണം കൂടുതലും മുതൽ മുടക്കേണ്ടത്. അങ്ങനെയായിരുന്നു അവർ 1 മുതൽ 5 വരെ. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, ഇത് രണ്ടും എന്താണ് 1ഉം 2ഉം ശരിയാണെന്ന്. സോ ഇതൊന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നോക്കാം. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP എന്ന് പറയും. പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ്, വയനാടാണ്. ഇത് നമ്മുടെ കറണ്ട് അഫെയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വയനാടാണ്. എന്താണ്, അതായത് ആരോഗ്യം പോഷകാഹാരം. ഇത് നീതി ആയോഗിൻ്റെ കീഴിൽ നടപ്പാക്കുന്നൊരു പദ്ധതിയാണ് ഈ ADP എന്ന് പറയുന്നത്. ആരോഗ്യം, പോഷകാഹാരം, അതേപോലെ വിദ്യാഭ്യാസം, കൃഷി, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ്. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് ആകപ്പാടെ ഉള്ളത് നമ്മുടെ വയനാട് മാത്രമാണ്. നെക്സ്റ്റ് നോക്കാം. 1991 പുതിയ സാമ്പത്തിക നയം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ പുത്തൻ സാമ്പത്തിക നയം നിങ്ങൾ എന്ത് പരീക്ഷയ്ക്കിനി പോയാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകുക. കാര്യം അവർക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നല്ലൊരു റാങ്ക് മേക്കിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സെക്ഷനുമാണത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എത്ര ക്വസ്റ്റ്യനാണ് നമ്മൾ പുത്തൻ സാമ്പത്തിക നയം കണ്ടത്. ഇനിയും വരും. ഇനിയും അങ്ങോട്ടേക്ക് പോകും തോറും ഇനിയും തൊട്ടടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് ഇതേപോലെ പുത്തൻ സാമ്പത്തിക നയം. അതുകൊണ്ട് അതൊരു ഹോട്ട് ടോപ്പിക് ആണെന്നല്ല, അതിലും ഹോട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് പഠിക്കണം. 91 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് എന്തിലൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ. ഇറക്കുമതിയിലും കയറ്റുമതിയിലും അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക. അതായത് എന്ത് സംഭവിച്ചു, നമ്മൾ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇന്നതൊന്നും ഇറക്കാൻ പാടില്ല, ഇന്നൊന്നും ഇവിടെ നിന്ന് കയറ്റി അയക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് പറ്റും, സാമ്പത്തികമായിട്ട് നമ്മൾ തകർന്നു പോകുകയുള്ളൂ. അപ്പോൾ അവർ എന്ത് ചെയ്തു, അതിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ ഇത് ശരിയാണ്. താരിഫ് നിരക്കുകളെക്കുറിച്ച്, അതായത് നികുതികളൊക്കെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ മറ്റൊരു രാജ്യക്കാർക്ക് നമ്മുടെ നാട്ടിൽ വന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്തു, ഭയങ്കര നികുതിയാണ്. അല്ലെങ്കിൽ ഒരു വസ്തു നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ നികുതി കൂട്ടി ഒക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ട് അവർക്ക് അതിനൊരു മടിയായിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ പുത്തൻ സാമ്പത്തിക നയമായിട്ട് നമുക്കറിയാം സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, അത് 3ആയിരുന്നു അവർ ഫോക്കസ് ചെയ്തത്. ആ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, നികുതി നിരക്കുകളൊക്കെ കുറയ്ക്കുന്നുണ്ട്. സോ ഇതും എന്താണ്, ശരിയാണ്. ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടികളൊക്കെ ഒഴിവാക്കി കൊടുത്തു. അതായത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ ഒരു സാധനം നമ്മുടെ നാട്ടിലേക്ക് കയറ്റി. കാര്യം എന്താണ്, അത് നമ്മുടെ ഇന്ത്യ ഒരു ക്ലോസ്ഡ് എക്കണോമി ആയിട്ടായിരുന്നു നിന്നിരുന്നത്. അതിനെ മൊത്തത്തിൽ ഒരു ഓപ്പൺ എക്കണോമി ആക്കി മാറ്റണമെങ്കിൽ മറ്റു രാജ്യക്കാർ നമ്മുടെ നാട്ടിലേക്ക് വരണം. നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്ന ആ നികുതിയും കാര്യങ്ങളും അതേപോലെ ലൈസൻസിങ് ഇടപാടുകളൊക്കെ ഇളവ് വരുത്തണം. അപ്പോൾ എന്താണ്, മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ് ഇവിടെ ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇത് 25/24. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ് ആര്, M. വിശ്വേശ്വരയ്യയാണ്. ഇത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. PC മഹലനോബിസ് എന്താണ്, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതാണ്. പിതാവെന്ന് ചോദിച്ചാൽ ആരാണ്, M. വിശ്വേശ്വരയ്യയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് തന്നെ വന്നു. എന്താണ്, LPG അല്ലേ, ഉദാരവൽക്കരണം, അതേപോലെ സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. സോ ഇവയെല്ലാം എന്താണ്, പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്.
ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഫിലിപ്പൈൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹരിത വിപ്ലവത്തിൻ്റെ ഉത്ഭവം എവിടെയാണ്? മെക്സിക്കോയിലും. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം അല്ലെങ്കിൽ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് എന്ത്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. അതായത് 75ാമത്തെ വാർഷികമാകുമ്പോഴേക്കും എന്താണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ എ 38 ആണ്. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് ആഗോളവൽക്കരണം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇത് BFOയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. 27/24. അതെ, അതിലും വന്നിട്ടുണ്ട് നമ്മുടെ പുത്തൻ സാമ്പത്തിക നയം. ഏതാണ്? പുറം പണിക്കരാർ, ഔട്ട്സോഴ്സ്. നമ്മളിത് പറഞ്ഞതാണ് പുറം പണിക്കരാർ എന്താണെന്നൊക്കെ പറഞ്ഞതാണ്. ഇനി GST നിലവിൽ വന്ന എന്നാണ്? 2017 ജൂലൈയിലാണ് GST നിലവിൽ വന്നത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. യോജിക്കാത്ത. ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. നമ്മളിത് നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ശരിയാണ്. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടക്രമണ സാധ്യത ഉണ്ടായിരുന്നു. അതും ശരിയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം, ഒന്നാം ഘട്ടം ഏത് മുതലായിരുന്നു? 1960-ന്റെ പകുതി മുതൽ 1970-ന്റെ പകുതി വരെയാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 1970-ന്റെ പകുതി മുതൽ 1980-ന്റെ പകുതി വരെയാണ്. സോ ഇതും ശരിയാണ്. സോ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? യോജിക്കാത്ത പ്രസ്താവന. സോ ആൻസർ വരുന്നത് ഇവയൊന്നുമല്ല. ഇവയൊന്നും യോജിക്കാത്ത അല്ല, എല്ലാം യോജിക്കുന്നതാണ്. പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പുത്തൻ സാമ്പത്തിക നയം. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നയങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. സുസ്ഥിരമാക്കൽ നടപടികളെന്നും അതേപോലെ തന്നെ ഘടനാപരമായ പരിഷ്കരണങ്ങളും. സുസ്ഥിരമാക്കൽ അഥവാ സ്റ്റെബിലൈസേഷൻ മെഷറും ഘടനാപരം അഥവാ സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സ്. സുസ്ഥിരമാക്കൽ നടപടികൾ അടവ് ശിഷ്ടത്തിലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് BOP നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ലക്ഷ്യം വെച്ചത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? യോജിക്കാത്തത്. ഘടനാപരമായ പരിഷ്കരണങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. ഇതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അതായത് ഘടനാപരമായ പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത് ഒരു ദീർഘകാല നടപടിയാണ്. ദീർഘകാല, അതായത് ഒരു ലോങ് ടൈം ഗോളായിരുന്നു ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എങ്ങനെ അതിൽ നിന്നൊന്ന് റിക്കവർ ആകാം എന്നുള്ളതായിരുന്നു എന്ത്? സുസ്ഥിരമാക്കൽ. പെട്ടെന്നൊന്ന് സ്റ്റെബിലൈസ് ചെയ്യുക. നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു തകർച്ചയെ നമുക്കൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാനാണ് സുസ്ഥിരമാക്കൽ നടപടികൾ. അപ്പോൾ അതെന്തായിരിക്കും? ഹ്രസ്വകാലമായിരിക്കും, പെട്ടെന്ന് നടക്കേണ്ടതാണ്. മറ്റേതൊക്കെ എന്തായിരിക്കും? ഒരു ലോങ് ടൈം ഗോള് മുന്നിൽ വെച്ചായിരിക്കും അതൊക്കെ നടത്തുന്നത്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പത്ത് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കായിരുന്നു പ്രധാന ലക്ഷ്യം. സോ ഇതാണ് നമുക്കിവിടെ തെറ്റായിട്ട് വരുന്ന ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. തെറ്റെന്താണെന്ന് മനസ്സിലായല്ലോ. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഒരു ദീർഘകാല നടപടിയും സുസ്ഥിരമാക്കൽ നടപടി എന്ന് പറയുന്നത് ഒരു ഹ്രസ്വകാല നടപടിയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നോക്കിക്കേ. നയരൂപീകരണവും പദ്ധതി ചട്ടക്കൂടും രൂപപ്പെടുത്തൽ ശരിയാണ്. സഹകരണ ഫെഡറലിസം ശരിയാണ്. നിരീക്ഷണവും വിലയിരുത്തലും ശരിയാണ്. സോ ആൻസർ വരുന്നത് എന്തായിരിക്കാം? ഇവയെല്ലാം നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ആണ് പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY നിലവിൽ വന്നതെന്നാണ് 28 ഓഗസ്റ്റ് 2014. എന്താണ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറഞ്ഞാൽ? ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ചുരുങ്ങിയത് ഒരാൾക്കെങ്കിലും എന്ത് വേണം? ബാങ്ക് അക്കൗണ്ട് വേണം. ചുരുങ്ങിയത് ഒരാൾക്കെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് വേണം എന്നുള്ളതാണ് എന്ത് പറയുന്നത്? പ്രധാനമന്ത്രി ജൻധൻ യോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 2 ഘട്ടമായിട്ടായിരുന്നു അത് നടപ്പിലാക്കിയത്. ആദ്യഘട്ടം എന്ന് പറയുന്നത് 2014 മുതൽ 2015 വരെയും, രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 2015 മുതൽ 2018 വരെ. 2 ഘട്ടമായിട്ടാണ് PMJDY നടപ്പിലാക്കിയത്. എന്നാണ് 2014 ഓഗസ്റ്റ് 28-നാണ്. അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, അതേപോലെ റുപേ ഡെബിറ്റ് കാർഡ്, അതായത് ഒരു ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനത്തെ കുറേ ഫെസിലിറ്റീസും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദി ആയിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. ഉദ്ഘാടനം ചെയ്തതൊക്കെ അദ്ദേഹമായിരുന്നു. അപ്പോൾ PMJDY എന്നാണ് 28 ഓഗസ്റ്റ് 2014 ലോഞ്ച് ചെയ്തത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരി? വ്യാവസായിക വികസനത്തിൻ്റെ ഉത്തേജകങ്ങൾ, മൂലധനം, എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, സംരംഭകർക്ക് ഇടത്തരം ദീർഘകാല ഹ്രസ്വകാല ധനസഹായം വാഗ്ദാനം ചെയ്യുക, സാമ്പത്തികവും സാങ്കേതികവുമായ സഹായത്തിൻ്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. ഇവിടെ നമുക്ക് PSC തന്നിരുന്ന PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ഇതാണ് തന്നിരിക്കുന്നത്. ഇത് 3 മാത്രമാണ് ശരിയെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾക്ക് പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. ഇതിൻ്റെ മലയാളീകരിച്ച് വന്നപ്പോഴുള്ള കുഴപ്പങ്ങളാണിത്. World Trade Organization terminology, agricultural subsidies are identified as boxes, so human development issues in developing countries come under. ഇത് ആൻസർ വരുന്നത് S&D ബോക്സ് എന്നാണ്. അതായത് നമ്മൾ ഈ സബ്സിഡീസിനെ പച്ച, അതേപോലെ ആംബർ, പിന്നെ അതേപോലെ നീല, ഇങ്ങനെ ബോക്സുകളായിട്ടാണ് നമ്മൾ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഈ ഡെവലപ്പിംഗ് കൺട്രീസൊക്കെ വരുന്നത് S&D ബോക്സിലാണ്, അവർക്കുള്ള സബ്സിഡിയും കാര്യങ്ങളൊക്കെ. അതേപോലെ ഈ WTO പറ്റി നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. WTO എന്ന് പറയുന്നത് എന്നാണ്, അതായത് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവയാണ്. WTOയുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ്. 1995 ഇത് സ്ഥാപിതമായത്. അതേപോലെ തന്നെ പിന്നെ പറയേണ്ടത് 2024 ഇവിടെ ഒരു 3 രാജ്യങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് അംഗമായിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ? കൊമോറസ്, തിമൂർ ലെസ്റ്റെ, അങ്ങനെ 3 രാജ്യങ്ങളും കൂടി ലാസ്റ്റ്, അതായത് നമ്മുടെ 2024 അംഗമായിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 166 അംഗങ്ങളാണ് ഇപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുള്ളത്. അതായത് ഇപ്പോഴത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് എൻഗോസി, നല്ല പേരാണ്, എൻഗോസി ഒഗാൻജോ ഇവേല, നല്ല പേരല്ലേ? ഇതാണാണോ പെണ്ണാണോ എന്ന് പോലും മനസ്സിലായില്ല. പക്ഷേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി ആകുന്ന ആദ്യ വനിതയാണ് എൻഗോസി ഒഗാൻജോ ഇവേല. അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. പിന്നെ എന്താ പറയാനുള്ളത്? ഇതിൻ്റെ 13ാമത് മിസ്റ്റീരിയൽ സമ്മേളനം ഈ 2024 ഫെബ്രുവരിയിലായിരുന്നു 13ാമത് മിസ്റ്റീരിയൽ സമ്മേളനം നടന്നത് നമ്മുടെ അബുദാബിയിലാണ്. അബുദാബി. 12ാമത്തെ സമ്മേളനം നടന്നത് ജനീവയിലായിരുന്നു, ജനീവ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പറ്റി ജസ്റ്റ് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വേറെ നേരത്തെ ഒന്നും ഇതുവരെയും കാണാത്തൊരു ക്വസ്റ്റ്യനാണ് ഈ ബോക്സസ്, ഈ കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസർ എന്താ സംഭവം എന്നെങ്കിലും മനസ്സിലായത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർഡുകളിലേക്കും UPIകളിലേക്കും പണം അടക്കാം, ഇത് ശരിയാണ്. ഒരു പൊതു ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റിയാണ് രജിസ്ട്രേഷൻ നൽകേണ്ടത്, ഇതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്ന പ്രസ്താവന. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകളുള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ എടുക്കാം, ഇതും ശരിയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ഓൺലി 1 and 3 ആണ് ഇവിടെ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച ഏത് പ്രസ്താവനയാണ് ശരി? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഇത് മാത്രമാണ് ഇവിടെ ശരി, ഏകദേശം 20%. സോ ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ വരുന്നത്. നമ്മൾ പറഞ്ഞു പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വിദേശ കറൻസിക്കെതിരെ ഇന്ത്യയുടെ മൂല്യം എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. അത് ഏകദേശം എത്രയാണ്? 20% വരെയാണ് മൂല്യത്തകർച്ച സംഭവിച്ചത്. നെക്സ്റ്റ് നോക്കിക്കേ. ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിച്ചുള്ളതാണ്? ഏതാണ്? ചെല്ലയ്യ കമ്മിറ്റിയാണ്. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൽ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം എന്തായിരുന്നു? പ്ലാൻ തയ്യാറാക്കൽ, ലക്ഷ്യം നിശ്ചയിക്കൽ, സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. പ്ലാൻ തയ്യാറാക്കാം അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് ഇത്തിരി തലയിൽ മൂളുള്ള ആൾക്കാരെ കുറച്ച് ഇരുത്തിയാൽ മതി. എന്ത് ചെയ്യണം, അവർക്ക് എന്താണ് അവരുടെ ഗോള്, അതൊക്കെ അവർക്ക് നിശ്ചയിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ നിശ്ചയിച്ചിട്ട് എന്ത് ചെയ്യണം? ഈ സാമ്പത്തിക സ്രോതസ് അല്ലേ, അതല്ലേ നമുക്ക് ഏറ്റവും അത്യാവശ്യം.
കാര്യം നമ്മൾ വലിയ വലിയ പദ്ധതികളൊക്കെ ഇപ്പം എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു 5 കോടി രൂപയുടെ പദ്ധതികളൊക്കെ തയ്യാറാക്കി എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വലിയൊരു കോടീശ്വരി ആവണമെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്കതിനുള്ള സാമ്പത്തിക സ്രോതസ്സും കൂടി വേണം. സോ എന്താണ്, കൊക്കിലൊതുങ്ങുന്നവ കൊത്താവെന്ന് പറയത്തില്ല. അതേപോലെ തന്നെ നമുക്ക് എന്താണോ നമ്മുടെ ഇന്ത്യൻ എക്കോണമി അനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ലക്ഷ്യം നിർത്തി അതിനുശേഷം അതൊരു വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാക്കി അത് ഏറ്റവും പ്രയാസമേറിയ ദൗത്യം എന്ന് പറയുന്നത് സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണമായിരുന്നു. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 52/24. ആഭ്യന്തര വ്യവസ്ഥയെ ലോക സമ്പദ്ഘടനയുമായി യോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. എന്തായിരിക്കാം ആഭ്യന്തര അതായത് ആഗോളവൽക്കരണം അല്ലേ? ഇതാണ് ആൻസർ. സോ 2 മാത്രമുള്ളത് ഓപ്ഷൻ ബി വരും ആൻസറായിട്ട്. ഞാൻ പറഞ്ഞു പുത്തൻ സാമ്പത്തിക നയം പഠിക്കാതെ പോകരുത്. 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? 2ാം പഞ്ചവത്സര പദ്ധതിയെ അറിയപ്പെടുന്ന പേരാണ് എന്താ? മഹലനോബിസ് മോഡൽ. അതേപോലെ അപ്പം എന്തായിരിക്കും അത്? മഹലനോബിസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കാം. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള 2ാം പഞ്ചവത്സര പദ്ധതി? മറ്റൊരു പേരെന്താണ്? വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്, വ്യാവസായിക പദ്ധതി. അതേപോലെ 1956 മുതൽ 61 വരെയാണ് വ്യാവസായിക പദ്ധതി അഥവാ 2ാം പഞ്ചവത്സര പദ്ധതി വന്നത്. എന്താന്ന് നോക്കിക്കേ, ഈ സമയത്ത് വന്നത് എന്തൊക്കെയാണ്? നമ്മുടെ DRDO നിലവിൽ വന്നത് 2ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ഏത് വർഷം? 1958. അതേപോലെ ദേശീയപാതാ നിയമം 1956 വന്നത് 2ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. വ്യാവസായിക പദ്ധതിയല്ല. അപ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ ഇരുമ്പുരുക്ക് ശാലകളായ ദുർഗാപൂർ, അതേപോലെ ഭിലായ്, അതേപോലെ റൂർക്കേല ഇത് 3 നിലവിൽ വന്നത് ഈ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ദേശീയപാതാ നിയമമാണ് നാഷണൽ ഹൈവേ ആക്ട് ആണ് 1956. ഇന്ത്യയിൽ നാഷണൽ ഹൈവേ നിലവിൽ വന്ന ഏതിലാണ്? അത് നമ്മൾ പറഞ്ഞതാണ് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് നാഷണൽ ഹൈവേ വന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, എന്താണ്? 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? സെബി. എന്താണ് സെബി എന്ന് പറഞ്ഞാൽ? എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് സെബി. സെബി എന്നാണ് നിലവിൽ വന്നത്? 1988 ഏപ്രിൽ 12 നിലവിൽ വന്ന ഒരു ഇതാണ് സെബി. അതിന് സ്വയംഭരണ പദവി ലഭിച്ചതെന്നാണ് 1992 ജനുവരി 30 സെബിക്ക് സ്വയംഭരണ പദ്ധതി ലഭിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് SA ഡാവെയാണ് ആദ്യത്തെ ചെയർമാൻ. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി വന്നതെന്നറിയാവോ? GS പട്ടേല കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി വന്നത്. സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണാണ് ആര്? മാധുരി പുരിബച്ച് എന്ന് പറയുന്നത് സെബിയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സണാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ സെബിയെ പറ്റി എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം. മുംബൈ ആസ്ഥാനമാക്കി വന്നത് 1988 ഏപ്രിൽ 12. അതിന് എന്ത് ലഭിച്ചു? സ്വയംഭരണ പദവി ലഭിച്ചത് 92 ജനുവരി 30. ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? SA ഡാവെയും. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം? GS പട്ടേല കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത്. മാധുരി പുരിബച്ചാണ് എൻ്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഏത് മേഖലയുമാണ്? അത് സ്കൂൾ വിദ്യാഭ്യാസമാണ്. സ്കൂൾ വിദ്യാഭ്യാസം. എന്താണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് റിസൾട്ട് ഓഫ് സ്റ്റേറ്റ് എന്നാണ് സ്റ്റാർസിൻ്റെ ഫുൾ ഫോം. സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ സ്റ്റാർസാണ്. അതിൽ ഈ സ്റ്റാർ എന്ന് പറയുന്ന പദ്ധതിയിൽ 6 സ്റ്റേറ്റ്സുകളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്നറിയാവോ? നമ്മുടെ മധ്യപ്രദേശ്, അതേപോലെ മഹാരാഷ്ട്ര, പിന്നെ വരുന്നത് ഹിമാചൽ പ്രദേശ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, പിന്നെ നമ്മുടെ കേരളം, പിന്നെ ഏതാണ്? ഒഡീഷ, പിന്നെ ഉള്ളത് രാജസ്ഥാൻ. ഈ 6 എണ്ണമാണ് ഈ സ്റ്റാർസ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 6 സ്റ്റേറ്റ് എന്ന് പറയുന്നത്.
പിന്നെ ഒരു കാര്യം കൂടി സെബിയെ വെച്ച് പഠിക്കുക, അതായത് നമ്മുടെ ലണ്ടൻ ഓഹരി വിപണിയിൽ വ്യാപാരം ആരംഭിക്കുന്നതിന് ക്ഷണിക്കപ്പെട്ട ഇന്ത്യയിലെ തന്നെ ആദ്യ CM ആണ് ആര്? നമ്മുടെ പിണറായി വിജയൻ. എന്താണ്? ലണ്ടൻ ഓഹരി വിപണിയിൽ വ്യാപാരം ആരംഭിക്കുന്നതിനായി ക്ഷണിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ആര്? പിണറായി വിജയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 53/24 നമ്മുടെ ഡ്രൈവർ പോസ്റ്റിൻ്റെയാണ്. ഡ്രൈവർ പോസ്റ്റ് താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ഏതായിരിക്കും? പ്രാഥമിക മേഖല. ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്നത് ആർക്കാണ്? തൃതീയ മേഖലയിൽ ഏറ്റവും കൂടുതൽ, അതായത് നമ്മുടെ ദേശീയ വരുമാനത്തിന് ഏറ്റവും കൂടുതൽ പങ്കും തൃതീയ മേഖലയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ലഭിക്കുന്ന ജോലി ചെയ്യുന്ന എവിടെയാണ്? പ്രാഥമിക മേഖലയിലാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ശരിയായ ജോഡി. ഒന്നാം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം കാർഷിക മേഖലയുടെ സമഗ്ര വികസനവുമായാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി എവിടെയാണ്? വ്യാവസായിക വികസനമാണ്. നോക്കുക, ഇത് രണ്ടും നമ്മൾ PSC പഠിക്കുന്ന ആർക്കും അറിയാവുന്നതാണ് അല്ലേ? നോക്കുക, 1B ആണ്. സോ ബാക്കി 1B ഉള്ളത് മാത്രം നമുക്ക് നിർത്താം, ബാക്കി രണ്ടും അങ്ങ് കട്ട് ചെയ്ത് കളയുക. ഇനി എന്താ പറയുന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? വ്യാവസായിക പദ്ധതിയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അപ്പോൾ എന്തായിരിക്കാം? ഭക്ഷ്യ സ്വയം പര്യാപ്തത. നാലാം പഞ്ചവത്സര പദ്ധതി ആകുമ്പോൾ സ്വാശ്രയത്വമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ശരിയാണ്. സോ നമുക്ക് ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്ത് കളയാം. സാംസ്കാരിക വൈവിധ്യം, അതുമായിട്ട് ബന്ധമില്ല. അഴിമതിരഹിത ഭരണം, അതുമായിട്ടും ബന്ധമില്ല. സോ ഇതങ്ങ് കട്ട് ചെയ്യുക. ആയുർദൈർഘ്യം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 57/2024. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ബൊക്കാറോ ഏതുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യ. ബൊക്കാറോ, ബൊജറ എവിടെയാണ്? ബൊക്കാറോ ജാർഖണ്ഡ്, റഷ്യ. 1964. പിന്നെയുള്ളത് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ദുബബ്രി. ഇത് ഞാൻ PSC പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു സാറിൻ്റെ കോഡ് കണ്ടതാണ്. ദുബബ്രി എവിടെയാണ്? 1959. അതായത് എങ്ങനെയാണ്? ദുർഗാപൂർ എവിടെയാണ്? ബംഗാൾ, ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി. പിന്നെയുള്ളത് ഏതാണ്? റുവോജ. ഇത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഓർത്തിരിക്കാൻ പറ്റുമോ എന്നറിയില്ല എനിക്ക്. 1959 റുവോജ, റൂർക്കേല, ഒഡീഷ എവിടെയാണ്? ജർമ്മനിയുടെ സഹായത്തോടു കൂടി. പിന്നെയുള്ളത് ഏതാണ്? ബിച്ചറ എവിടെയാണ്? 1955. അതേതാണ്? ബിലായ്, ഛത്തീസ്ഗഡ്, റഷ്യയുടെ സഹായത്തോടു കൂടി. ഞാൻ ഈ ഒരു കോഡ് വെച്ചിട്ടാണ് ഇത് എപ്പോഴും പഠിക്കുന്നത്. എനിക്കിതുവരെ അത് തെറ്റിപ്പോയിട്ടില്ല. 12 വർഷമല്ല കേട്ടോ, ഈ ഒരു ഇത് മാത്രം. ബുജറ, ദുബബ്രി, റുവോജ, ബിച്ചറ. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? സുസ്ഥിര വികസനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് പദ്ധതിയാണ് ഇത്? നമ്മുടെ 74/2024 ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഇത് സമ്പൂർണ്ണ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. ഷഹാരി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നഗരവുമാണ്. റോസ്ഗാർ യോജന ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ സോഴ്സ് കാണിച്ചു തരാം. ഈ സാധനമാണിത്. നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഇത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ അടുത്ത സ്ലൈഡ് കാണിച്ചു തരാം. നോക്കിക്കേ. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. അന്നപൂർണ്ണ, ഈ അന്നപൂർണ്ണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. എന്താണ്? സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം. ശരിയാണ്. ശരിയാണെന്നല്ലല്ലോ, ഈ ഒരു ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. മാസം 10 കിലോ അരി സൗജന്യമായി നൽകുന്നു. അതാണ് ഇമ്പോർട്ടൻ്റ്. അങ്ങനെയായിരുന്നു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നത്. പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നതിൽ അന്നപൂർണ്ണയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചോദിച്ചിട്ട് മാസം 10 കിലോ അരി 3 രൂപ വെച്ച് നൽകുന്നു. അങ്ങനെ എന്തൊക്കെയാണ് തന്നിരുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ അന്നപൂർണ്ണ എന്താണെന്ന് മനസ്സിലായില്ലേ? സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് 10 കിലോ അരി സൗജന്യമായി നൽകുന്നു. ഉച്ചഭക്ഷണ പരിപാടി എന്താണ്? എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലും 8ാം ക്ലാസ് വരെ പ്രയോജനം നൽകുന്നുണ്ട് അല്ലേ? അത് ഈ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. 8ാം ക്ലാസ് വരെയാണ്. ചിലപ്പോൾ അതിൽ 10 വരെ അല്ലെങ്കിൽ 6 വരെ എന്നൊക്കെ തരും. അപ്പോൾ 8ാം ക്ലാസ് വരെ സൗജന്യ ഭക്ഷണം. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്താണ്? സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുക. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. അന്ത്യോദയ അന്ന യോജന, ഇതും അന്നപൂർണ്ണയും തമ്മിലാണ് തിരിച്ചു പോകുന്നത്.
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് പ്രയോജനം. മാസം 35 കിലോ വെറുതെയാണോ കൊടുക്കുന്നത്? അല്ല, 3 രൂപയ്ക്കും ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്കും നൽകും. 2 കൂടിയുണ്ട്. സംയോജിത ശിശു വികസന പരിപാടി, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് സ്കീം. എന്താണ് ICDS? 1975 ഒക്ടോബർ 2 നിലവിൽ വന്നത്. അംഗൻവാടികൾ മുഖേന 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഈ വയസ്സൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർ തെറ്റിച്ചേർന്ന് 5 വയസ്സിന് താഴെ, അല്ലെങ്കിൽ 8 വയസ്സിന് താഴെ, 10 വയസ്സിന് താഴെ എന്നൊക്കെ പറഞ്ഞു തരും. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം എന്താണ്? പോഷകാഹാരം ലഭിക്കും അല്ലേ, അമൃതം പൊടിയൊക്കെ കിട്ടുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധയുള്ളവർക്ക് ജോലി. 100 ദിവസത്തെ തൊഴിലുറപ്പാക്കുന്നത്. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4-ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. 69-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി മഹലനോബിസ് മാതൃക എന്ന പേരിൽ. മഹലനോബിസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അതെന്താണ്, 2-ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് അറിയാം. മഹലനോബിസ് മാതൃക, വ്യാവസായിക പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്ന 2. സോ ശരിയായതല്ലേ നമുക്ക് വേണ്ടത്? 2 തെറ്റാണെന്ന് കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യുക? നേരെ ഓപ്ഷൻ ഇപ്പോൾ എലിമിനേറ്റ് ചെയ്യുക. 2 ഉള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്തു. സോ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി, 1, 3, 4. ബാക്കി ഒന്നും അറിഞ്ഞില്ലെങ്കിലും സാരമില്ല. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടപ്പിലാക്കിയത് 1969 ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നു. ഇതൊക്കെ എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. 1-ാമത്തെ പഞ്ചവത്സര പദ്ധതി ഏത് വർഷമായിരുന്നു? 1951 മുതൽ 56 വരെ. 2-ാമത്തെ പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 61 വരെ. 3 എത്രയാണ്? 1961 മുതൽ 66 വരെ. 4 1969 മുതൽ 74 വരെ. കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കൊരു 3 വർഷം അല്ലേ, 66 മുതൽ 69 വരെ ഒരു ഗ്യാപ്പ് വന്നു. അതാണ് എന്തറിയപ്പെടുന്നത്? പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ പ്ലാൻ ഹോളിഡേ. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് നടപ്പിലാക്കിയത് പ്ലാൻ ഹോളിഡേ 1966 മുതൽ 69 വരെ. ഓക്കെ, ഇതേപോലെ തന്നെ ഈ 4-ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 5.7% ലക്ഷ്യം വെച്ചത്. പക്ഷേ 3.3% നമുക്ക് വളർച്ച കൈവരിക്കാൻ പറ്റുള്ളൂ. അതായത് 1971 ഇൻഡോ പാക് യുദ്ധം, അതേപോലെ നമ്മുടെ ഇന്ത്യയുടെ ഇവിടെ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് കുറേ അഭയാർത്ഥികൾ ഇങ്ങോട്ട് വന്നതൊക്കെ കൂടി കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പദ്ധതി അങ്ങ് പരാജയപ്പെട്ടു പോകും. അതായത് ഉദ്ദേശിച്ച ഫലം ഈ പദ്ധതിക്ക് ലഭിക്കുന്നില്ല. സോ ഈ ഒരു കാലഘട്ടത്തിൽ 71 ഇത് പരാജയപ്പെട്ടു പോകുമ്പോൾ ആ സമയത്ത് എന്താ പരാജയപ്പെടാനുള്ള കാരണം? അത് 4-ാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടാനുള്ള റീസൺ ചോദിച്ചാൽ എന്താണ്? 1971 ഇൻഡോ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു. ഓക്കെ അല്ലേ? ഇനി 1-ാമത്തെ പദ്ധതി അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? കാർഷിക പദ്ധതി അഥവാ ഹരോ ഡോമർ മോഡൽ. 2-ാമത്തെ പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ്? വ്യാവസായിക പദ്ധതി അഥവാ മഹലനോബിസ് മോഡൽ. ഇനി 4 ഗാഡ്ഗിൽ മോഡൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്നവയിൽ നീതി ആയോഗുമായി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടത്. ശരിയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി അഥവാ തിങ്ക് ടാങ്ക് പോളിസി അതുമായി ബന്ധപ്പെട്ടതാണ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതും ശരിയാണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. ഇതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഏകദേശം കുറേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുമുണ്ട് 2024 ചോദിച്ച ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയുമുണ്ട്, പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് പതുക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 31 എക്സാം ഉള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത്യാവശ്യം കണ്ടൻറ്റ് റെഡിയായത് വെച്ച് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്